എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാറാണ്. ഈ ഒരു മാങ്ങ അച്ചാറിൽ നമ്മൾ വിനാഗിരിയോ വെള്ളമോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു പിക്കിളാണ് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെയൊക്കെ ഒപ്പം ഈ ഒരു അച്ചാർ മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു മാങ്ങാച്ചാറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1.5 കിലോ അളവിൽ മാങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മാങ്ങ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിലൊരു തുണി വെച്ചിട്ട് നമുക്കൊന്ന് തുടച്ചിട്ടെടുക്കാം കേട്ടോ. ഒട്ടും തന്നെ വെള്ളമയം കാണാൻ പാടില്ല. അപ്പോൾ എല്ലാ മാങ്ങയും തന്നെ കഴുകി ഇതിലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്, ഒട്ടും തന്നെ വെള്ളമയം ഇല്ലാതെ. ഇനി നമുക്ക് ഇത് കണ്ടില്ല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലും കുറച്ചും കൂടി തീരെ ചെറിയതാക്കി വേണമെങ്കിൽ നമുക്ക് മാങ്ങാച്ചാറിന് വേണ്ടിയിട്ട് മാങ്ങ കട്ട് ചെയ്തിട്ട് എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മാങ്ങയിലേക്ക് ആദ്യം നമുക്കൊരു 3 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ഞാൻ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാൻ ഒരു 4 ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഉലുവയും കടുകൊക്കെ മാത്രം പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുമ്പം ഈ ഒരു ചേരുവകളും കൂടി ചേർത്തിട്ടൊന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ചേരുവകളൊക്കെ ചേർത്ത് പൊടിച്ച് മാത്രമേ അച്ചാർ ഉണ്ടാക്കത്തുള്ളൂ. അത്രയും ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ മണവുമാണ് അച്ചാറിന്. അപ്പോൾ ഒരു 4 ഏലക്ക ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 ഗ്രാമ്പും ഇതുപോലെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഉലുവയുടെയൊക്കെ ഒരു കളർ അത്യാവശ്യം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കടുകാണ്. കടുകും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കിയിട്ടെടുക്കുക. ഇതുണ്ടല്ലോ കടുക് ഇതുപോലെ ഒന്ന് പൊട്ടി വരും കേട്ടോ. ഇതുപോലെ കടുകൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സഡ് ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ നമ്മളൊന്ന് പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു പൊടി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് ഒരു 200 ml നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ നല്ലെണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 ഫുള്ള് വെളുത്തുള്ളി ഇതുപോലെ പൊളിച്ചെടുത്താണ്. അപ്പോൾ ഒരു വെളുത്തുള്ളി എല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് കണ്ടില്ലേ ഈ ഒരു പരിവായിട്ട് നമുക്ക് വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ഇതിൽ ഒരുപാടങ്ങ് മൂത്തങ്ങ് കളർ മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റിയേക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ്, അതായത് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ഇഞ്ചി തീരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഇഞ്ചിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഇഞ്ചി അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 7 പച്ചമുളകാണ്. ഈ ഒരു സമയത്ത് പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലേ ഈ ഒരു ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, പച്ചമുളക് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് നമുക്ക് കോരി മാറ്റിയേക്കാം. അപ്പോൾ ഇത് ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2-3 തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയും സാധാ നല്ല എരിവുള്ള മുളക് പൊടിയും രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും ഒരു 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഇളക്കിയതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കരുത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഈ ഒരു മാങ്ങ വേവിക്കുന്നൊന്നുമില്ല. ഇതുപോലെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഉപ്പും കായപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഒരു മാങ്ങയില്ലേ, ആ ഒരു മാങ്ങ ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് തന്നെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഈ ഒരു മാങ്ങാച്ചാർ വേവിച്ചിട്ടല്ല എടുക്കുന്നത്. ഈ ഒരു രീതിക്ക് നമ്മൾ മാങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ട് ഒരു 2 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു മാങ്ങാച്ചാർ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ മാത്രമേ ആ ഒരു മാങ്ങയിൽ ഒരു കൂട്ടെല്ലാം പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു അച്ചാർ അന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കരുത് കേട്ടോ. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു പൊടികൾ ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു ആദ്യം മാങ്ങ മിക്സ് ചെയ്ത ഒരു സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നീട് നമ്മൾ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് വീണ്ടും കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മളൊരു 1.5 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിരുന്നു. വീണ്ടും ഞാനിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു പുളിയും എരിവെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു അച്ചാറിലേക്ക് നമ്മൾ വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കത്തില്ല. കാരണം മാങ്ങ തന്നെ അത്യാവശ്യം നല്ല പുളിയുള്ളതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പുളിയായി പോകും. പിന്നെ ഒരു കാര്യമുള്ളത്, നല്ല പുളിയുള്ളതല്ലാതെ നമ്മൾ ചെനച്ച മാങ്ങയൊക്കെയാണ് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതായത് ചെറിയൊരു മധുരം കയറിയിട്ടുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ അതിലൊരു മാങ്ങയിൽ കുറച്ചൊരു പുളി കുറവുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കുറച്ചൊരു വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ നല്ല പുളിയുള്ള മാങ്ങയിൽ ഒരിക്കലും നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു മാങ്ങയ്ക്ക് തന്നെ നല്ല പുളിയായിരിക്കും. വിനാഗിരി കൊണ്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ടും പുളി അങ്ങ് കൂടിപ്പോവും. മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിത് നമ്മളൊരു 2 ദിവസം ഇതുപോലെ തന്നെ വെച്ചതിന് ശേഷമാണ് കേട്ടോ കൂട്ടാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ആ ഒരു മാങ്ങാച്ചാറിൽ ആ ഒരു ചേരുവകളൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിപ്പോൾ കണ്ടില്ല, ഞാനിപ്പോൾ ഈ ഒരു അച്ചാർ 2 ദിവസം വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. ഈ ഒരു അച്ചാർ നല്ല അടിപൊളി ടേസ്റ്റും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. ഈ ഒരു മാങ്ങാച്ചാർ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ വെള്ളമയൊന്നും ഇല്ലാത്തൊരു ബോട്ടിലിട്ട് നമ്മൾ അടച്ച് സൂക്ഷിച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു അച്ചാർ സ്പൂണും കൊണ്ട് എടുക്കുമ്പോഴും ആ ഒരു സ്പൂണിൽ വെള്ളമയൊന്നും കാണാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരാഴ്ചയൊക്കെ നമുക്കിത് പുറത്ത് വെക്കാം. അതിനുശേഷം നമ്മളിത് സ്റ്റോർ ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാരങ്ങ അച്ചാറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ അച്ചാറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മാങ്ങാച്ചാർ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.